കണ്ണൂരിൽ നിന്നുള്ള വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു. എരഞ്ഞോളി കുടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. സജോ ദേവസ്യ ചേരുന്നു കണ്ണൂരിൽ നിന്നും. സജോ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്ഥലത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, പോലീസ് ഉൾപ്പെടെ അവിടെ എന്തൊക്കെ തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തുന്നത്? സജോ. ഈ സ്ഫോടനം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസും ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഈ കാണുന്ന ഇതൊരു പുരയിടമാണ്, ഒരു വീടാണ്. ഈ വീട്ടിൽ ആൾതാമസമില്ലാത്തതാണ്. ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്ന ഈ ഭാഗത്താണ് ഈ സ്ഫോടനം, ഈ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത്. സമീപവാസി തന്നെയാണ് 75-കാരനായ വേലായുധൻ. എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള കൊടക്കളം എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇത് നമുക്ക് കാണാം, ഇവിടെ കുറച്ച് കാടൊക്കെ കയറിയുള്ള ഒരു ഒഴിഞ്ഞ പറമ്പാണ്. വേലായുധൻ്റെ പറമ്പല്ല ഇത്. പക്ഷേ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുറേ കാലമായി ഉപയോഗിക്കാത്ത സ്ഥലമാണ്. തെങ്ങുകളും മറ്റുമുണ്ട്. ഇവിടെ നിന്ന് തേങ്ങ പെറുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബ് തന്നെയാണ് എന്ന് പ്രാഥമിക നിഗമനമുണ്ട്. പോലീസ് പക്ഷേ അത് ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്റ്റീൽ ബോംബാണ്. ഈ ഒരു സ്റ്റീൽ പാത്രമാണ്, അതായത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ് വയോധികൻ കണ്ടതെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും അവിടെയുണ്ട്. അതൊരു സ്റ്റീൽ പാത്രമാണ്. അത് പൊട്ടിക്കാൻ ഈ വയോധികൻ ശ്രമിച്ചതോടുകൂടിയാണ് സ്ഫോടനം ഉണ്ടായത്. ഉഗ്രശബ്ദത്തോടുകൂടി അത് പൊട്ടിത്തെറിച്ചു. തൽക്ഷണം തന്നെ ഈ വയോധികൻ കൊല്ലപ്പെട്ടു. പിന്നീട് പോലീസ് എത്തിയാണ് മൃതദേഹം തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. സമീപത്തൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പോയാൽ കാണാം, സമീപത്തൊക്കെ നിരവധി വീടുകളുണ്ട്. അങ്ങനെ നിരവധി വീടുകളൊക്കെയുള്ള ആൾപ്പാർപ്പുള്ള അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ഇത്തരം ഒരു വീട്, അതായത് ഈ ആളൊഴിഞ്ഞ പറമ്പിലുള്ള ഒരു ആളൊഴിഞ്ഞ കെട്ടിടം, പഴയൊരു വീടാണ്. ആ പറമ്പിൽ, ഈ പുരയിടത്തിൽ ആരും താമസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമീപത്തൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നിരവധി വീടുകളുണ്ട്. വലിയ ആൾപ്പാർപ്പുള്ള ജനവാസ മേഖല കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ബോംബ് ഈ സ്റ്റീൽ ബോംബ് ഉപേക്ഷിച്ചതോ അതല്ലെങ്കിൽ ഈ ആളൊഴിഞ്ഞ പറമ്പ് എന്ന സൗകര്യം ഉപയോഗിച്ച് ഇവിടെ സൂക്ഷിച്ചതോ ഉപേക്ഷിച്ചതോ മറ്റോ ആയിരിക്കണം. അതാണ് പൊട്ടിത്തെറിച്ചത്. സമാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ ചാവശ്ശേരിയിലടക്കം മുൻപ് സമാന സംഭവങ്ങൾ ഉണ്ടായതാണ്. അതായത് ഒരു ആക്രി ശേഖരിക്കാൻ വന്ന ഇതര സംസ്ഥാന തൊഴിലാളി അതൊരു നിധി എന്ന് കരുതിയോ മറ്റോ ആണ് സ്റ്റീൽ പാത്രം തുറന്നു നോക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഉഗ്രശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചു. സമാനമായ നിലയ്ക്ക് തന്നെയാണ് ഇതും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ബോംബ് സ്ക്വാഡ് അടക്കം ഇവിടെ മറ്റിടങ്ങളിൽ, ഇവിടെ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും നിലയ്ക്ക് ബോംബ് സൂക്ഷിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് സ്ക്വാഡിൻ്റെ പരിശോധന ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. വിശദമായ അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കും പോകുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ഇവിടെ തന്നെ നമുക്ക് കാണാം, അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ബോംബ് സ്ക്വാഡിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ കുറ്റിക്കാട് മേഖലയാണ്. അവിടെയും മറ്റും ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെയും സമാനമായ രീതിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളുണ്ട്. നിരവധി സംഭവങ്ങൾ, അതായത് നൂറുകണക്കിന് ബോംബുകൾ സമീപകാലത്ത് മാത്രം ജില്ലയുടെ വിവിധയിടങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെത്തുന്ന സംഭവമുണ്ട്. അതിലേറ്റവും കൂടുതൽ സ്റ്റീൽ ബോംബുകൾ നിർമ്മിച്ച ശേഷമാണ് ഈ തരത്തിൽ ഉപേക്ഷിക്കാറോ അല്ലെങ്കിൽ സൂക്ഷിക്കാറോ ഒക്കെ ചെയ്യുന്നത്. അതായിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പക്ഷേ വിശദമായ പോലീസിൻ്റെ പരിശോധനകളിലേക്ക് പോകണം. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരം പരിശോധനകളാണ് അതിപ്പോൾ നിലവിൽ കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസും ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സംഭവസ്ഥലത്ത് നേരിട്ടെത്തി പരിശോധനയിലേക്ക് കടക്കുന്നുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. വിശദമായ പരിശോധനയിലേക്ക് പോകണം. കാരണം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ബോംബ് സംബന്ധിച്ച് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. തുടർച്ചയായ രാഷ്ട്രീയ സംഘർഷങ്ങൾ സമീപകാലത്ത് മാത്രമാണ് ഇവിടെ നിന്ന് അധികം ദൂരെയില്ലാത്ത പാനൂർ മൂളിയത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ CPM അനുഭാവി കൊല്ലപ്പെടുന്ന സംഭവം പോലും ഉണ്ടായത്. അന്നും സമീപത്തെ ഒരു പറമ്പിൽ നിന്ന് നിർമ്മിച്ച ബോംബ് ശേഖരം പിടികൂടിയിരുന്നു. അതിനുശേഷം ജില്ലയിലുടനീളം വലിയ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരുന്നു. പലയിടങ്ങളിൽ നിന്നും ആളൊഴിഞ്ഞ പറമ്പുകളിൽ നിന്ന് ബോംബ് ശേഖരം, സമാനമായി സ്റ്റീൽ ബോംബുകളുടെ ശേഖരം പിടികൂടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആശങ്കയുണ്ടെന്ന് മാത്രമല്ല, ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് ബോംബുകൾ യഥേഷ്ടം നിർമ്മിക്കാനും ഇങ്ങനെ സൂക്ഷിക്കാനും നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ജീവനെടുക്കാനും കഴിയുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ വയോധികൻ എങ്ങനെ ഇവിടെ എത്തി? സ്റ്റീൽ ബോംബ് എന്തുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കാൻ ശ്രമിച്ചു, തുറന്നു നോക്കാൻ ശ്രമിച്ചു? ആ സ്റ്റീൽ പാത്രമാണത്. ആ സ്റ്റീൽ ബോംബ് നിർമ്മിച്ച് സ്റ്റീൽ പാത്രത്തിനകത്താണ് ആ ബോംബിൻ്റെ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ വെച്ച് അത് നിർമ്മിക്കുന്നത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? മറ്റാളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിശദമായ
പരിശോധനകളിലേക്ക് യഥാർത്ഥത്തിൽ പോകേണ്ടതാണ്. അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും പരിശോധനയിൽ നിന്നും മാത്രമേ യഥാർത്ഥത്തിൽ വ്യക്തമാവുകയുള്ളൂ. സമീപവാസികൾ, അതായത് നിരവധി വീടുകളുള്ള ഒരു ഏരിയയാണ്. കാരണം ഇങ്ങോട്ടേക്ക് പ്രധാന പാതയിൽ നിന്ന്, അതായത് തലശ്ശേരി കൂത്തുപറമ്പ് പാതയിൽ എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ്. അവിടെ നിന്ന് കുടക്കളം എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു മേഖലയാണിത്. നിരവധി ചുറ്റും, അതായത് ഈ ഒരു വീടാണ്, ഇതൊരു പഴയ വീടാണ്, പഴയൊരു തറവാട് വീടാണ്. ആ വീടിൻ്റെ ഈ ഭാഗം മാത്രം, അതായത് ഈ വീട്ടിൽ ആൾപ്പാർപ്പില്ല, ആരും താമസിക്കുന്നില്ല. ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു പറമ്പ് ഈ വീടിൻ്റെ ചുറ്റുവട്ട സ്ഥലമുണ്ട്. അത് ആരും ഇവിടെ താമസിക്കുന്നില്ല. നിലവിൽ വീട്ടുകാരൊന്നും ഇവിടെ ഇല്ല എന്നതാണ് നമ്മൾ സമീപവാസികളിൽ നിന്നും പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. കുറേ കാലമായി അടച്ചിട്ടിരിക്കുന്ന വീടാണ്. ആ കോമ്പൗണ്ടിലാണ് നിരവധി തെങ്ങും മറ്റ് ആദായങ്ങളും ഒക്കെ ശേഖരിക്കാൻ കഴിയുന്ന സ്ഥലമുണ്ട്. ചുറ്റുവട്ടത്തൊക്കെ നിരവധി വീടുകളുണ്ട്. ഇവിടെ നിന്ന് അധികം ദൂരെ അല്ലാത്ത സ്ഥലത്താണ് വയോധികൻ്റെ വീട്. കുടക്കളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വീട്. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണം. ഒപ്പം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഇതിനകം പോലീസിൻ്റെ പ്രാഥമിക നിഗമനങ്ങൾ വെച്ചാണ് നമ്മൾ പറയുന്നത്. ആരോ ഉപേക്ഷിച്ചതോ സൂക്ഷിച്ചതോ ആയ സ്റ്റീൽ ബോംബാണ് തുറക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പൊട്ടിക്കാൻ ശ്രമിച്ചത്. അതിനിടെയാണ് ഈ സ്ഫോടനം, ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്നത്. ആളുടെ ജീവൻ തൽക്ഷണം തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഒപ്പം ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം ഏതാനും നാളുകൾക്ക് മുൻപാണ് സമാനമായി ചാവശ്ശേരിയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആക്രി ശേഖരിക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് തുറക്കാൻ ശ്രമിക്കുകയും പൊട്ടി സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത്. നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി. അങ്ങനെ നിരവധി സംഭവങ്ങൾ തുടർച്ചയായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നിർമ്മാണത്തിനിടെ സ്ഫോടനം, സ്റ്റീൽ ബോംബ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ഫോടനം, അങ്ങനെ നിരവധി സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പോലും സുരക്ഷ സംബന്ധിച്ച് കൃത്യമായ പരിശോധനകളൊക്കെ നടക്കും എന്ന് പറയുമ്പോൾ പോലും വ്യക്തമായ പരിശോധനകളിലേക്കും മറ്റുമൊന്നും കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നതുകൂടി കാണണം. ഇവിടെ ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സ്ട്രൈക്കർ ഫോഴ്സ് ഉണ്ട്, കമ്മീഷണറുടെയും DIGയുടെയും ഒക്കെ സ്ട്രൈക്കർ ഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് കൂടി പോയാൽ ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്കുള്ളൊരു പാത കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം ഇവിടെയൊക്കെ ജനവാസ മേഖലയാണ്. ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട്. അതിനിടയിൽ ഈ ഭാഗത്ത് എങ്ങനെയാണ് ബോംബ് സൂക്ഷിച്ചത്, അതിൻ്റെ പിന്നിൽ അത് ഈ രാഷ്ട്രീയ സംഘർഷത്തിനും മറ്റും ഉപയോഗിക്കപ്പെടുന്ന സ്റ്റീൽ ബോംബാണോ എന്നതടക്കമുള്ള പരിശോധനകളിലേക്ക് പോകണം. നമുക്കിവിടെയൊക്കെ കാണാം നിരവധി വീടുകളുണ്ട്. ഒപ്പം ഇതൊരു ആളൊഴിഞ്ഞ പറമ്പാണ്. ഈ സമീപത്തെ പ്രദേശവാസികളുടെ പ്രതികരണം നമുക്ക് തേടാൻ ശ്രമിക്കാം. ഇതൊക്കെ ചുറ്റും നിരവധി വീടുകളുണ്ട്. അതൊരു ചെറിയ ഒരു പറമ്പ് മാത്രമാണ്, ആളൊഴിഞ്ഞ ആ പറമ്പ്. ഇവിടെയുള്ള ആളുകളോടൊക്കെ യഥാർത്ഥത്തിൽ അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നതിന് ശേഷമാണ്, ഈ സ്ഫോടനം നടന്നതിന് ശേഷമാണ് ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അതിനുശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ നാട്ടുകാർ ഈ സ്ഫോടന വിവരം തിരിച്ചറിയുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് പ്രതികരണം നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇതെപ്പോഴാണ് അറിഞ്ഞത്? എനിക്കൊന്ന് 12 അല്ല, ഞാൻ അറിഞ്ഞു 1 മണിക്ക്. സൗണ്ട് കേട്ടിന്. പക്ഷെ ഇവിടെ ഇതിന്റെ വേക്കിൽ തന്നെ 2 വീട്. ഇത് മോഹൻദാസ് RV മോഹൻ. ഇല്ല കുറേ ഇല്ലാത്ത അയാളില്ല, ഭാര്യ ഇതിന്റെ അടുത്ത ആള്. അവിടെ ആ പറമ്പ് ഒഴിഞ്ഞ പറമ്പായിട്ട് കിടക്കുക. ഇത് മൊത്തം ചേട്ടന്റെ വീട് ഈ പറയുന്ന പറമ്പിന്റെ ഇതിന്റെ വേക്കിലായിട്ട് വരും. ഇല്ല അങ്ങനെയൊന്നും ആളൊന്നും ഉണ്ടാവില്ല. അത് കണ്ടോ ഈ പൊട്ടിത്തെറിക്ക് ശേഷം അവിടെ നോക്കിയോ? ഞാൻ നോക്കുമ്പോ ആംബുലൻസ് എന്റെ ചെന്ന് നോക്കി. അന്നേരം വണ്ടി അന്നേരം അറിയുന്നത്. ഇല്ലല്ല, ഇന്ന് നമ്മളപ്പാ നോക്കും. പിന്നെ ഞാനിവിടെ ഇല്ലാത്ത ആളാ, കുറിന്റെ ഒരു പിരിവിനെല്ലാം പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നതാ. ശബ്ദം കേട്ടു. പിന്നെ ആ സമയത്ത് പോയി നോക്കിയില്ല? ഇല്ലല്ല, ആംബുലൻസ് വന്നപ്പോഴാണ് നോക്കിയത്. അല്ല, ഞാൻ ഇവിടെ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയത് അന്നേരം കാണും. ഇല്ലല്ല, ഇവിടുത്തെ പിള്ളേർന്ന് ആരും വരില്ല. 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 1 മണിക്ക് 12-12:30 1 മണിക്കാണ് പുറത്തിറങ്ങിയത്. അന്നേരം ആംബുലൻസും കാണുന്ന എപ്പോഴും ദിവസവും വരും. അങ്ങനെ ഇത് ആരും ഇല്ലല്ലോ. പിന്നെ അയാള് ഇത് കണ്ണൂളി മോഹൻദാസ് വിളിക്കുക. ഇല്ലല്ല ഒരു 4 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടാന്ന് തോന്നുന്നു.
ഇവിടെ അതിനുശേഷം ഇങ്ങനെ ആരെങ്കിലും വരുന്നതോ ഇല്ലല്ല, അങ്ങനെ ആരും വരില്ല. രാഷ്ട്രീയ സംഘർഷ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? അത് ഉണ്ട്, ഇങ്ങോട്ട് അപ്പുറത്തേക്കുണ്ട്. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണോ? ഇതാദ്യമായിട്ടാണ് ഞാനിവിടെ പിന്നെ കുറച്ച് പുതിയതാ. ഇല്ലല്ല, ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സംഭവത്തിന് ശേഷം പോയി നോക്കുമ്പോൾ ബോംബോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ല, ഞാനപ്പാടെ ഇങ്ങോട്ട് തിരിച്ചു വന്നേ, ബോഡി കൊണ്ടുപോയില്ല. സ്റ്റീൽ അതാണോ കണ്ടത്? അത് എനക്കിനെ പറ്റിയെന്ന് അറിയാം. അനിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അതായത് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഇപ്പോൾ അതായത് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടിയാണ് ഈ സ്ഫോടനം നടന്നത് എന്നതാണ്. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് തൊട്ടടുത്ത്, അതായത് ഈ സ്ഫോടനം നടന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനോട് തൊട്ടു ചേർന്ന വീടാണ്. അവരൊരു സ്ഫോടന ശബ്ദം കൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് എന്നതാണ്. പക്ഷേ അതേസമയം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഈ അയൽവാസികളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, വേലായുധൻ എന്ന വ്യക്തി ഈ വീടിന് തൊട്ടു പുറകിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആളൊഴിഞ്ഞ വീട്. വർഷങ്ങളായി ഇവിടെ ആരും താമസമില്ല. പക്ഷേ ഒരു പറമ്പ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ തേങ്ങയും അതുപോലെയുള്ള മറ്റ് ആദായങ്ങളൊക്കെ ഉണ്ട്. അതാരും ശേഖരിക്കാത്തത് കൊണ്ട് തന്നെ ഈ വയോധികനായ വ്യക്തി അവിടെ എത്തി തേങ്ങയും ഇത് പറമ്പിലുള്ള മറ്റ് ആദായങ്ങളും മറ്റുമൊക്കെ ശേഖരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എത്തിയതാകാം എന്നതാണ്, അതായത് ഈ പ്രദേശവാസിയായ ഇതിനോട് തൊട്ടു ചേർന്ന് വീടുള്ള അനിൽ എന്ന വ്യക്തി പറയുന്നത്. ഇവിടെ ഈ പറമ്പിൽ ആരും ആദായം എടുക്കാനൊന്നും വരാറില്ല. ഇവിടെയുള്ള ഉടമസ്ഥരൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനോട് തൊട്ടു ചേർന്ന് തന്നെയുള്ള വ്യക്തിയാണ് ഈ വയോധികനാണ് വേലായുധൻ എന്ന വ്യക്തി. അദ്ദേഹം ഈ പറമ്പിൽ നിന്ന് തേങ്ങയും മറ്റും ഇതുപോലുള്ള ആദായങ്ങൾ ആരും ശേഖരിക്കാതെ നശിച്ചു പോകുന്നത് കൊണ്ട് അത് അദ്ദേഹം ശേഖരിക്കുന്നു. അങ്ങനെ സ്ഥിരമായി ഈ പറമ്പിലെത്തി ആദായം ഈ വേലായുധൻ ശേഖരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തേങ്ങയും മറ്റും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ ഇവിടെ വന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് തേങ്ങയും മറ്റും ശേഖരിക്കാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിൽ സ്റ്റീൽ ബോംബ് കണ്ടിരിക്കാം. അത് അദ്ദേഹം തുറക്കാൻ ശ്രമിച്ചതാണ് അപകടം ഉണ്ടാക്കിയതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതല്ലാതെ അദ്ദേഹം സ്ഥിരമായി തന്നെ ഇവിടെ ഈ പറമ്പിൽ നിന്ന് ഇങ്ങനെ താഴെ വീഴുന്ന തേങ്ങയും മറ്റുമൊക്കെ പെറുക്കിയെടുക്കാറുണ്ട്. ഇതിന് തൊട്ടുപുറകിലാണ്, അതായത് ഈ വീടിൻ്റെ തൊട്ടുപുറകിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അങ്ങനെ സ്ഥിരമായി വരുന്നത് കാണാറുണ്ട് എന്നാണ് ഈ വീടിനോട് തന്നെ ചേർന്ന് താമസിക്കുന്ന അനിൽ എന്ന അയൽവാസി പറയുന്നത്. അതിനുശേഷം ഇവിടെ തേങ്ങയും മറ്റും ശേഖരിക്കുന്ന ഘട്ടത്തിൽ സ്റ്റീൽ ബോംബ് കണ്ടു കാണുമായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം അതൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ രൂപത്തിലായിരിക്കും ആ സ്റ്റീൽ ബോംബുകൾ ഉണ്ടാവുക. അത് തുറക്കാൻ ശ്രമിച്ചു. അതാണ് ഇങ്ങനെ ഒരു സ്ഫോടനത്തിലേക്ക് നയിച്ചത്. ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് പോയത് ഉഗ്ര സ്ഫോടനമാണ്. ഈ പോലീസുകാർ നിൽക്കുന്ന ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഉഗ്ര സ്ഫോടനം ഉണ്ടായി. സ്ഫോടനത്തിൽ തൽക്ഷണം തന്നെ അദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ സ്ഥലങ്ങളിൽ, അതായത് ഈ വീടിൻ്റെ പറമ്പിലേക്ക് എത്തുക, ഇവിടെ നിന്ന് സാധനം ശേഖരിക്കുക, അപ്പോൾ ഇത് കിട്ടുന്നു. ആ ഭാഗത്ത്, അതായത് ദൃശ്യങ്ങളിൽ വീടിൻ്റെ വരാന്തയുടെ ഭാഗത്ത് അദ്ദേഹം ഒരു വയോധികനാണ്. അവിടെ ഇരുന്നാണ് ഇതിനുള്ളിൽ എന്താണ് എന്നോ മറ്റോ നോക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം ഒരുപക്ഷെ. അവിടെ ഇരുന്നുകൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നു. അതിനിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതായത് ഈ പോലീസ് നിൽക്കുന്ന സ്ഥലത്തോട് ചേർന്ന് പതിവായി ഇയാൾ ഇവിടെ വന്ന് തേങ്ങയും മറ്റും എടുക്കാറുണ്ട് എന്നാണല്ലോ ഇപ്പോൾ അയൽവാസി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണോ അത്? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു നിലനിൽക്കുന്ന ഒരു സ്ഥലമാണോ അത്? എന്തെങ്കിലും സ്ഥലത്ത് ശ്രീലക്ഷ്മി, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇതിനോട് ചേർന്നുള്ള മേഖലകളിൽ, അതായത് കതിരൂർ, എരഞ്ഞോളി ഉൾപ്പെടുന്ന മേഖലകളിൽ നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJPക്കും CPIM-നും ഒക്കെ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തകർ സമീപ പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് കതിരൂർ ഉൾപ്പെടുന്ന മേഖല, എരഞ്ഞോളി ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ മുൻപും നിരവധി രാഷ്ട്രീയ അക്രമങ്ങൾ, ബോംബാക്രമങ്ങൾ, കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ തുടർച്ചയായി അരങ്ങേറിയിട്ടുണ്ട് ഈ മേഖലകളിൽ ഒക്കെ. അതുകൊണ്ട് ഇവിടെ ബോംബുകൾ സൂക്ഷിക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. കാരണം കതിരൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നമുക്ക് അറിയാം നിരവധി വിവാദമായ, പ്രമാദമായ, സംസ്ഥാനമാകെ ശ്രദ്ധിച്ച് ചർച്ച ചെയ്ത രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയ പ്രദേശം, ഇതിനോട് തൊട്ടുചേർന്ന പ്രദേശമാണ് കതിരൂർ ഉൾപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് ഈ മേഖലകളിൽ തുടർച്ചയായി അത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സൂക്ഷിക്കപ്പെട്ട ബോംബാണോ, അതല്ലെങ്കിൽ ഒരു ബോംബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അങ്ങനെയെങ്കിൽ ഒരു ബോംബ് മാത്രമായി എന്തുകൊണ്ട് സൂക്ഷിക്കപ്പെട്ടു? അപ്പം അതൊരു സെൻസിറ്റീവ് ഏരിയ തന്നെയാണ്. പലപ്പോഴും നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങൾ, തർക്കങ്ങൾ, കൊലപാതകങ്ങളൊക്കെ സമീപ പ്രദേശങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി സൂക്ഷിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ ബോംബുകൾ സൂക്ഷിച്ചതാണോ എന്നത് പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതാണ്. പക്ഷെ അപ്പോഴും ഒരു സർവത്ര ദുരൂഹത ഇപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂരിൻ്റെ കാര്യത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങളുണ്ട്. നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപ്, അതായത് നിരപരാധികൾ കൊല്ലപ്പെടുന്നതടക്കം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബോംബ് ആക്രി ശേഖരിക്കുന്നതിനിടെ ബോംബ് എന്ന് മനസ്സിലാക്കാതെ പാത്രം ശേഖരിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ, തുറക്കാൻ ശ്രമിച്ചപ്പോൾ സ്ഫോടനമുണ്ടായ സംഭവം അടക്കമുണ്ടായിട്ടുണ്ട്. ഒപ്പം നമുക്ക് പോലീസിൻ്റെ
വിശദമായ പ്രതികരണത്തിലേക്ക് കൂടി പോലീസ് പ്രതികരണം നമുക്ക് എന്താണ് പ്രാഥമിക വിലയിരുത്തൽ എന്നതടക്കമുള്ള പ്രതികരണം കൂടി നമുക്ക് തേടാൻ ശ്രമിക്കാവുന്നതാണ്. ഒപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ, അതായത് ഇതിനോട് ചുറ്റുചേർന്ന പ്രദേശങ്ങളിൽ എല്ലാം ആൾതാമസമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പക്ഷേ അവിടെയും ഇത്തരം ഉൾ റോഡുകളിലേക്ക്, അതായത് അകത്തേക്ക് കയറി ഇതുപോലൊരു ചെറിയ ഭാഗമാണ് ഈ കാണുന്നത് പോലെ ഒരു ചെറിയ റോഡാണ്. അത്തരം റോഡുകളിൽ മുൻപും ഇത്തരം ഏരിയകൾ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും രാഷ്ട്രീയ സംഘടനകൾ, ക്രിമിനൽ ഗ്യാങ്ങുകളൊക്കെ ബോംബുകൾ സൂക്ഷിക്കാനും മറ്റുമൊക്കെ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശവും രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയല്ല. തൊട്ടടുത്തുള്ള കതിരൂർ എടുത്താലും പിന്നീട് അങ്ങോട്ടേക്കുള്ള പാട്യം ഉൾപ്പെടുന്ന മേഖലകൾ എടുത്താലും കൂത്തുപറമ്പിൻ്റെ പ്രദേശങ്ങൾ എടുത്താലും, അതായത് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലാണ് എരഞ്ഞോളി ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസ് വരിക. അതായത് കൊടക്കളം എന്ന് പറയുന്ന സ്ഥലം തലശ്ശേരി കൂത്തുപറമ്പ് റോഡാണ്. തലശ്ശേരി കൂത്തുപറമ്പ് റോഡിനിടയ്ക്ക് കതിരൂർ ഉൾപ്പെടുന്ന നിരവധി സെൻസിറ്റീവ് ഏരിയകളുണ്ട്. അവിടെയൊക്കെ സമീപകാലത്തും മുൻകാലങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള തുടർ രാഷ്ട്രീയ സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൂടിയാണോ അത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കപ്പെടണമോ? അത്തരം ക്രിമിനൽ ഗ്യാങ്ങുകളുണ്ട് ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരും ഇപ്പോഴും അതിൻ്റെ തുടർച്ചയൊക്കെ ഉണ്ട്. അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണോ അതിൻ്റെ തുടർച്ചയാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ അയൽവാസി അനിൽകുമാർ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അയൽവാസി പറയുന്നതിലും നമ്മൾ അനുമാനിക്കേണ്ടത് ഈ വയോധികൻ ഏതെങ്കിലും നിലയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന വ്യക്തിയാണ് വേലായുധൻ എന്ന വ്യക്തി. അദ്ദേഹം ഇവിടെ സ്ഥിരമായി ഈ താഴെ വീഴുന്ന, അതായത് ആരും ഇത് ശേഖരിക്കുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശേഖരിക്കാൻ വരാറുണ്ട്. അങ്ങനെ പലപ്പോഴും ഈ അയൽവാസി അനിൽകുമാർ കണ്ടിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ അദ്ദേഹത്തിനും വലിയ ധാരണയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ബോംബ് കണ്ടതും തുറക്കാൻ ശ്രമിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് നമ്മളോട് പങ്കുവച്ചത്. സ്റ്റീൽ ബോംബ് അദ്ദേഹം ഇവിടെ എത്തി, തേങ്ങ ശേഖരിച്ചു. അതിനുശേഷം ഈ സ്റ്റീൽ പാത്രം കൊണ്ടു. അത് ആ വീടിൻ്റെ ഭാഗത്ത്, നമുക്ക് അവിടെ വീടിൻ്റെ ഒരു വരാന്തയുടെ ചില ഭാഗങ്ങൾ തകർന്നിരിക്കുന്നത് കാണാം. ആ ഭാഗത്തിരുന്ന് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവിടെ കൂടുതൽ പരിശോധന മറ്റും ആവശ്യമായിട്ടുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് കൂടി കൂടുതൽ സാമ്പിളുകളും മറ്റും ശേഖരിക്കേണ്ടതുണ്ട്. ഫോറൻസിക്കിൻ്റെ പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുണ്ട്. ഒപ്പം ഇതൊരു അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ ബോംബുകൾ ഇങ്ങനെ ഏതൊരു സ്ഥലത്തും ഉണ്ടാവുക, അത് പൊട്ടിത്തെറിക്കുക, ആളുകൾ കൊല്ലപ്പെടുക, അത് തീർച്ചയായും സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണർത്തുന്നൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ, ഇടപെടലുകളൊക്കെ പലതവണ പ്രത്യേക ദൗത്യം തന്നെ സിറ്റി പോലീസ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടും ഒക്കെയുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനൊരു അറുതി ഉണ്ടാകുന്നില്ല എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ദാരുണമായ മരണം തന്നെ ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിദാരുണമായി ഒരു വയോധികൻ കൊല്ലപ്പെടുന്നു. ആളൊഴിഞ്ഞ പറമ്പിലെത്തി തേങ്ങ ശേഖരിച്ചു, അതിനിടെ കണ്ട പാത്രം തുറന്നു നോക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിവുകളില്ലായിരുന്നു എന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതും. ഏതായാലും കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ്, ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇവിടെ തുടരുന്നുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് പോലീസ് പ്രാഥമികമായ ഒരു പ്രതികരണം കൂടി നമ്മൾ തേടാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇതടക്കമുള്ള വിശദമായ പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്. പലപ്പോഴും ആളൊഴിഞ്ഞ പറമ്പുകളിൽ നിന്ന് വ്യാപകമായി ബോംബുകൾ പിടികൂടുന്ന വലിയ ബോംബ്. സജോ, കണ്ണൂരിൽ ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. 6 മാസം മുമ്പാണ് പാനൂരിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ ചുറ്റും വീടുകളുള്ള ഒരു സ്ഥലത്ത് ആളൊഴിഞ്ഞ പറമ്പിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ചുറ്റും ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ തരത്തിലുള്ള സുരക്ഷാ വെല്ലുവിളി, ചോദ്യങ്ങൾ, ആശങ്കകൾ ഇതിൽ ഉണ്ടാകുന്നുണ്ടല്ലോ സജോ. ഇല്ല, ഇവിടെ മരിച്ച വ്യക്തി വീടിന് നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബാഗിൽ കുറച്ച് നാളികേരമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ അദ്ദേഹം എന്തെങ്കിലും കളക്ട് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ ബോംബുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുണ്ടായിരിക്കാം ഒരു പക്ഷേ. നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കണം. ഒരു ബോംബ് മാത്രമേ മറ്റെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇപ്പോൾ നമ്മളവിടെ ബോംബ് സ്ക്വാഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല ഇപ്പോൾ കിട്ടിയിട്ടില്ല. ആ സ്റ്റീൽ ബോംബ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കാണുമായിരിക്കും അല്ലേ? ഒരു പക്ഷേ സാധ്യതയുണ്ട്, അത് നോക്കണം. ടു ബി എക്സാമിൻഡ്. അവിടെ ചെറിയതായിട്ട് പൊടിഞ്ഞൊരു ഭാഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഈ ശരീരഭാഗങ്ങളൊക്കെ കിടപ്പുണ്ടോ? ഇല്ല, കൈയുടെ ഒക്കെ കുറച്ച് ഭാഗങ്ങൾ അവിടെയുണ്ട്, കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് പരിശോധിക്കണം. നല്ല ഇന്റൻസിറ്റി ഉള്ള ഒരു ബ്ലാസ്റ്റ് നടന്നിരിക്കാമെന്ന് തോന്നുന്നു. ഇല്ല, അതിൻ്റെ അകത്ത് മെയിൻ ഇഞ്ചുറി കൈക്കാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഉള്ള ബ്ലാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇന്റൻസിറ്റി നോക്കണം. ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ആകാനാണ് സാധ്യത. നമ്മൾ പരിശോധിക്കട്ടെ. ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ സൂക്ഷിച്ചതോ അങ്ങനെയൊക്കെ അല്ലാതെ ഒരു ബോംബ് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏത് രീതിയിലും ആകാം. ഒരു പക്ഷേ ഉപേക്ഷിച്ചതാകാം, അല്ലെങ്കിൽ കൊണ്ടുവച്ചതായിരിക്കാം. നോക്കാം.
നോക്കുമ്പോൾ ഒന്നായി അല്ലെങ്കിൽ കൂടുതൽ ബോംബുകൾ ഉണ്ടായിരുന്നു. ഇല്ല, അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് സ്ക്വാഡും ബാക്കി എല്ലാവരും ഈ കോമ്പൗണ്ട് മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ പ്രാഥമിക നിഗമനം. നോക്കണം, അതിൻ്റെ റെമിനൻസ് ഒക്കെ നോക്കിയതിൽ നിന്ന് മനസ്സിലാകുന്ന സ്റ്റീൽ ബോംബാണ് എന്നാണ്. കൈക്കാണ് കൂടുതലായിട്ട് ഇഞ്ചുറി വന്നിരിക്കുന്നത്. കുറേ കാലമായിട്ട് ആൾ താമസമൊന്നും ഇല്ലാതാണ്. അതെ 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 അതെ. അങ്ങനെ ആരെങ്കിലും ഈ വീടിന്റെ ഉടമസ്ഥരാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തുകയോ ചോദ്യം ചെയ്യുകയോ? ഇല്ല, അവർ നമ്മളിപ്പോൾ സംഭവം നടന്നിട്ട് 2-3 മണിക്കൂറല്ലേ ആയുള്ളൂ. നമ്മൾ നോക്കട്ടെ, അവരെ ചോദ്യം ചെയ്യാം. ഏകദേശം 12-12:45 ശരി. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത് സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നതെന്നാണ് പ്രൈമറി അസസ്മെന്റ് അല്ലെങ്കിൽ പ്രാഥമിക നിഗമനം. തുറക്കാൻ ശ്രമിച്ചത് തന്നെ ആകാം എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. ഒപ്പം ഈ ഇഞ്ചുറി സംബന്ധിച്ച്, അതായത് ഈ കൊല്ലപ്പെട്ട വയോധികന് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത് കൈകൾക്കാണ്. അതായത് കൈകളാണ് തകർന്നു പോയിരിക്കുന്നത് അവയവഭാഗം എന്ന നിലയ്ക്ക്. അതായത് തുറക്കാൻ ശ്രമിക്കവേ ഉണ്ടായ സ്ഫോടനം എന്നതാണ് അസസ്മെന്റ് എന്നാണ് നിഗമനം എന്നതാണ് ഇപ്പോൾ കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ് പറയുന്നത്. അതായത് ശരി, കണ്ണൂർ DIG ആയിരുന്നു ഇപ്പോൾ റേഞ്ച് DIG ആണ് പ്രതികരിച്ചിരുന്നത്. ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. സജു ദേവസ്യാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട്